പ്രൈസറോ കർത്താവിന്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തിക്കാതെ ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 30 വാക്യം. അവരുമായി ഭക്ഷണത്തെ ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമാണ്. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു എന്നത്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് 2 ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനാകുന്നു എന്നുള്ളതാണ്. ലൂക്കോസ് സുവിശേഷം 24 അധ്യായം അതിന്റെ 13 തൊട്ട് വാക്യങ്ങൾ വായിച്ചിട്ട് കാണാൻ കഴിയും. എനിക്കിങ്ങനെ വായിക്കുന്നവിടെ, അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്ന് അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ അവരോട്, നിങ്ങൾ വഴിയിൽ നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചതിന് അവർ വാടിയ മുഖത്തോടെ നിന്ന്, ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച ഈ കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവൻ അവരോട് പറഞ്ഞത്, ദൈവത്തിന്റെ സകല ജനത്തിനു മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ എന്ന് ഹല്ലേലൂയ ക്ലെയോപ്പാവ് പറയുക. ഹല്ലേലൂയ. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് താഴോട്ട് വരുമ്പോൾ യേശു പറയുന്നുണ്ട്, അല്ലെങ്കിൽ മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ യേശു വരെ തിരുവചനത്തിലൂടെ നടത്താൻ പറയും. ഈ ഭാഗം ഒന്നുകൂടെ നമ്മൾ വായിക്കുമ്പോൾ, ചരിത്രം വായിക്കുമ്പോൾ ഹല്ലേലൂയ യെരുശലേമിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ഈ എമ്മൂസ് എന്ന് പറയുന്നത്. പ്രൈസ്. 2 പേർ ചേർന്ന് നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലെയോപ്പാവും ഭാര്യയുമാണെന്നാണ് പലരും പറയുന്നത്. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം ഹല്ലേലൂയ ആമേൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ പ്രത്യക്ഷതയെ കുറിച്ച് മർക്കോസിന്റെ ലേഖനത്തിലും അല്ലെങ്കിൽ പറയുന്നുണ്ട്. മർക്കോസിന്റെ ലേഖന സുവിശേഷത്തിലും പറയുന്നുണ്ട്. ഹല്ലേലൂയ. യേശു അവരോട് ചേർന്ന് നടന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു. ക്ലെയോപ്പാവ് ഹല്ലേലൂയ യേശുവിനോട് കഴിഞ്ഞ ചരിത്രം മുഴുവൻ ആവർത്തിക്കുകയാണ്. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ, അല്ലെ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. പ്രൈസലോ. അവർ ഇരുവരും ഹല്ലേലൂയ കർത്താവിന്റെ കാര്യങ്ങളെക്കുറിച്ച് അറിവും പരിചയമുള്ളവരായിരുന്നു. 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ അൽഫായിയുടെ മകനായ യാക്കോബ് ആണ്. അൽഫായി എന്നും ക്ലെയോപ്പാവ് എന്നും ഇവനെ വിളിക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ കുറിച്ച് നല്ല അറിവ് ഇവർക്കുണ്ട്. 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അങ്ങനെ അവരുമായി യേശു യാത്ര ചെയ്യുമ്പോൾ ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 28 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഹല്ലേലൂയ അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഇപ്പം ക്ലെയോപ്പാവും തന്റെ ഭാര്യയാണെന്ന് പറയുന്നു. കൂടെയുള്ള ശിഷ്യന്റെ ഒരാള്. അവർ 2 പേരും അവർ പോകുന്ന ഗ്രാമത്തോട് യേശു മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഹല്ലേലൂയ. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു എന്നാണ് വായിച്ചത്. യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുക. ഹല്ലേലൂയ. യേശുവിനെ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. ക്ലെയോപ്പാവ് യേശുവിന്റെ അല്ലെങ്കിൽ ശിഷ്യനായിരുന്നുവെങ്കിലും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ കണ്ടപ്പോൾ ക്ലെയോപ്പാവ് യേശുവിനെ മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ അല്ലെങ്കിൽ അൽഫായിയുടെ മകനായ ക്ലെയോപ്പാവ് എന്ന് പറയുമ്പോൾ, അഥവാ സ്തോത്രം, അൽഫായിയുടെ മകൻ യാക്കോബിനെ ക്ലെയോപ്പാവ് എന്ന് പറയുമ്പോൾ യാക്കോബ് കൂടെ ഉണ്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവിന്റെ
ആ അനുഭവത്തെ എങ്ങനെയാണ് ഇവർ കണ്ടത്, എങ്ങനെയാണ് ഇവർ കാണുന്നത്? കാരണം അവർ തിരിച്ചറിയാതിരിക്കാതെ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു, അല്ലേ? ഇപ്പൊ എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി ശിഷ്യന്മാർ യേശുവിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് നിർബന്ധപൂർവ്വം, തങ്ങളുടെ വീട്ടിലേക്ക് നിർബന്ധപൂർവ്വം ക്ഷണിച്ചു. യേശു അകത്തേക്ക് വന്നപ്പോൾ അവന്റെ മുമ്പാകെ അപ്പം കൊണ്ടുവന്ന് വെച്ചു. ഇവർ യേശുവിനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. യേശു അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ക്ലെയോപ്പാവ് അപ്പം കൊണ്ടുവന്ന് യേശുവിന്റെ മുമ്പിൽ വെച്ചു. അല്ലേ? യേശുവിന് വിരുന്നൊരുക്കി. അവനെ സൽക്കരിക്കുന്നതിൽ അവർ അതീവ തൽപരരായിരുന്നു. അത്രയൊക്കെ നമ്മൾ എന്റെ ചരിത്രഭാഗങ്ങൾ ചിന്തിക്കുക. ഇവിടെ പറയും, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ച് നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കണം. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഭവനത്തിലും യേശു ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ, അല്ലേ? അപ്പൊ യേശു ക്രിസ്തുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനെ സൽക്കരിക്കുന്ന കാര്യത്തിലും വളരെ താല്പര്യമുണ്ടായിട്ടുണ്ട്, അല്ലേ? എന്നെ കേൾക്കുന്ന ഈ ശ്രോതാവ്, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷണിച്ച് നമ്മൾ സ്വീകരിക്കേണ്ട ആളെന്ന് പറയുന്നത് യേശുവിനെ ആയിരിക്കണം. നമ്മുടെ ഭവനത്തിന്റെ നാഥൻ യേശു ആയിരിക്കണം. പലരുടെയും കുടുംബത്തിൽ ചെല്ലുമ്പോൾ ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നീ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നൊക്കെ എഴുതി വെച്ചെങ്കിലും ക്രിസ്തു ആ വീടിന്റെ പരിസരത്ത് പോലുമില്ല. കാരണം ആ വീട്ടിൽ കയറി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ക്രിസ്തു ഈ വീടിന്റെ നായകൻ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാണ്. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന പല വീടുകളും നരകത്തിന് തുല്യമാണ്. എത്ര വീടുകളെ വേണമെന്ന് കാണിച്ചു തരാം. ഈ സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരു മട്ടുപ്പാൻ ഇരിക്കുന്നവരല്ല. ഞങ്ങൾ ഗ്രാമം തോറും കയറി ഇറങ്ങി സഞ്ചരിച്ച് വീടുകൾ തോറും കയറി ഇറങ്ങി സുവിശേഷം പറയുന്നവരാണ്. അനേക ഭവനങ്ങളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്. ഞങ്ങൾ കടന്നില്ലാത്ത ഭവനങ്ങളൊക്കെ കാണുന്ന കാഴ്ചകൾ ഞങ്ങൾക്കറിയാം. ഇനി ഞങ്ങൾ ക്ഷണിക്കാതെ തന്നെ ചില കുടുംബങ്ങളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ കയറി ഇരിക്കാൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുത്തുന്ന വീടുകളുണ്ട്. അവിടെ കയറിയിരിക്കുമ്പോൾ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്ന കാലഘട്ടങ്ങളിലൊക്കെ പോയ കാലഘട്ടങ്ങളിലൊക്കെ പല വീട്ടിൽ ഞാൻ മുമ്പ് ആവർത്തി ക്രിസ്തു ഈ വീടിന്റെ നായകൻ എഴുതി വെച്ചിട്ടുണ്ട്. എഴുത്ത് മാത്രമേ ഉള്ളൂ, ജീവിതമില്ല. എന്നെക്കൾക്ക് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. നിങ്ങളുടെ ഭവനത്തിൽ യേശു ഉണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. നിന്റെ ഭവനത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ നിന്റെ കുടുംബം സ്വർഗമാണ്. കുടുംബത്തിനകത്ത് യേശുവില്ലെങ്കിൽ കുടുംബം നരകമാണ്. നിന്റെ ജീവിതത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം സന്തോഷമാണ്. നിന്റെ ജീവിതത്തിൽ യേശുവില്ലെങ്കിൽ നിന്റെ ജീവിതം നരകതുല്യമാണ്, അല്ലേ? അതുകൊണ്ട് നമ്മൾ ആരെയാണ് ക്ഷണിക്കേണ്ടത്? ലോകക്കാരെ ക്ഷണിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടിരുത്തി മദ്യം വിളമ്പി കൊടുത്തത് കൊണ്ട് നിന്റെ കുടുംബം സ്വർഗമാകത്തില്ല, അല്ലേ? അതിന് ഉദാഹരണം ഞാൻ വീട്ടിൽ പറഞ്ഞാൽ എല്ലാ ദിവസവും പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഓരോന്ന് ചിന്തയിലേക്ക് വരുന്നത്. ക്രിസ്തു ഈ വീടിന്റെ നായകൻ എഴുതി വെച്ച ഭവനത്തിൽ ചെന്ന ആ ഭവനത്തിന് അനേക ദൈവവചന ബോർഡുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭവനത്തിൽ മദ്യം വിളമ്പുന്നത് കണ്ണാലെ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്നതിന്റെ ക്രിസ്തു വീടിന്റെ നായകൻ അനേക ദൈവവചനങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ നടക്കുന്ന പ്രവൃത്തി വേറെയാണ്, അല്ലേ? അങ്ങനെയുള്ള കുടുംബങ്ങൾക്കൊന്നും ദൈവിക സമാധാനം ഒരുക്കാൻ കഴിയത്തില്ല. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി വേർതിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോകത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി വെക്കരുത്. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ വേർതിരിച്ചാൽ പിന്നെ നമ്മൾ ലോകക്കാരുമായിട്ട് ഉള്ള ബന്ധത്തിന് ഒരു തടയുന്നു. അതുകൊണ്ട് അവരുമായിട്ട് ഇടപഴകുകയോ അവരുമായിട്ട് ജീവിക്കുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ അവരുമായിട്ട് നടക്കുമെന്ന് വേണ്ടെന്നല്ല പറയുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾ പിന്തിരിയാണ്, അല്ലേ? പഴയ നിയമമൊക്കെ വായിക്കുകയാണെങ്കിൽ ഇതാ തനിച്ചു മാർക്കും ജന ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ലെന്നുള്ളതാണ് സംഖ്യാപുസ്തകം 23 വായിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവായിട്ട് ഒരു ബന്ധവും പുലർത്താൻ കഴിയത്തില്ല, അല്ലേ? ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാ. അപ്പം ക്രിസ്തുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ക്ലെയോപ്പാവും ക്ലെയോപ്പിന്റെ ഭാര്യയും അല്ലേടിയ ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നേരിൽ കണ്ട് അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുക. അവരുടെ വീട്ടിലേക്ക് യേശു വന്നപ്പോൾ യേശു അവർക്ക് അല്ലേടിയ പ്രത്യക്ഷമാകുക. മാത്രമല്ല അവർ യേശുവിനെ സൽക്കരിക്കുക, അല്ലേ? അപ്പൊ ഇവിടെ നാം കാണേണ്ടത് നമുക്ക് കർത്താവിനെ ജീവനോടെ അന്ന് അവർ കണ്ടതുപോലെ കാണാൻ കഴിയുന്നില്ല. നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസത്താൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് അകത്തെ കണ്ണുകൾ കൊണ്ട് പിതാവിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് വിശ്വാസത്താൽ കാണണം. വിശ്വാസത്താൽ യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം.
വിശ്വാസത്താൽ നിന്റെ യേശുവിനെ നിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കണം. ഹല്ലേലൂയ. നിന്റെ സൽക്കാരങ്ങളൊക്കെ യേശുവിന് വേണ്ടി ആയിരിക്കട്ടെ. യേശു ക്രിസ്തുവിനെ സൽക്കരിക്കുമ്പോൾ അവിടെ വീഞ്ഞും മദ്യം ഒന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. യേശുവിനെ ക്ഷണിക്കുമ്പോൾ അവിടെ നീയും നിന്റെ കുടുംബം വിശുദ്ധമായിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ലോക സംഭവങ്ങളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ നടക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുക. തിരുവചന പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ കാലം അന്ത്യത്തിലേക്ക് കടക്കുക. അന്ത്യകാല സംഭവങ്ങൾ ഓരോന്നും വെളിപ്പെടുന്നു. അന്ത്യകാല ദുർഘടങ്ങൾ കടന്നു വരും. തിമോഥെയോസ് പറഞ്ഞ പോലെ പല ദുർഘടങ്ങളും വന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഏറ്റവും ആസന്നമായെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇനി നീ ലോകത്തെ അതിന്റെ ജീവിതത്തിൽ ക്ഷണിച്ചു വരുത്താതെ, ലോകത്തിന്റെ മോഹങ്ങളെ ഇമ്പങ്ങളെ നിന്റെ ജീവിതത്തെ ക്ഷണിച്ചു വരുത്താതെ, കുടുംബത്തെ ക്ഷണിച്ചു വരുത്താതെ, നിന്റെ ജീവിതത്തെ നീ യേശുവിനെ കൊടുത്തുകൊണ്ട് യേശുവിനെ നിന്റെ ജീവിതത്തേക്ക് ക്ഷണിച്ചു വരുത്താം. ഈശ്വരോ, അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഒരുപാട് ആളുകളെ ക്ഷണിക്കാറുണ്ട്, പക്ഷെ നമ്മൾ ആ യേശുവിനെ ക്ഷണിച്ചു വരുത്തുന്നില്ല. അത് പറയാൻ കാരണം ഞാനൊക്കെ അങ്ങനെ ജീവിച്ച വ്യക്തിയാണ്. ഒരിക്കൽ പോലും യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്നേക്ക് ഒരു 25 വർഷം പിന്നോട്ട് പോയാൽ ലോകം കടന്നുകൂടി എന്റെ ഹൃദയത്തിനകത്തുനിന്ന് ലോകത്തെ ഞാൻ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് യേശുവിനെ എന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ കർത്താവ് വിശ്വാസത്താൽ എന്റെ ഹൃദയത്തിൽ വന്നു എനിക്ക് ബോധ്യമായി. എന്റെ ഹൃദയത്തിൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഭവനത്തിനകത്തും ആ യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ തുടങ്ങി. ഇത് എഴുതി വെക്കുന്ന കഥയല്ല, അനുഭവിച്ച കഥകളാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യേശുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, അവനെ നിങ്ങൾ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അവനെ മാനിക്കണം. ഹല്ലേലൂയ. യേശുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ, യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ യേശുവിനെ മാനിക്കണം. നിങ്ങളുടെ വീട്ടിൽ ആരെയും ക്ഷണിച്ചു വരുത്തുമ്പോൾ നിങ്ങൾ അവരെ മാനിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ യേശുവിനെ മാനിക്കണം. മാത്രമല്ല, കർത്താവിനെ എപ്രകാരം മഹത്വപ്പെടുത്തണമെന്ന് ഹല്ലേലൂയ ഈ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുമായുള്ള സംഭാഷണത്തിനകത്ത് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അവനെ എങ്ങനെ സൽക്കരിക്കണം, അവനെ എങ്ങനെ സ്വീകരിക്കണം, അവനുമായിട്ടുള്ള ചർച്ച എന്തായിരിക്കണം, അവനുമായിട്ടുള്ള സംസർഗം എന്തായിരിക്കണം, നമ്മുടെ വീടിന്റെ പ്രതീതി എന്തായിരിക്കണം ഒക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാൻ കഴിയും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, അല്ലെങ്കിൽ യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുകയെന്ന് സദൃശവാക്യം 3:9 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം മുഴുവൻ കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്നതെല്ലാം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ കഴിയും. ദൈവം നമുക്ക് തന്നിരിക്കുന്നതൊക്കെ കർത്താവിന് വേണ്ടി കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ സലോമോൻ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചത്. അപ്പൊ നിനക്കുള്ളത് നിനക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നെങ്കിലാണ് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങുന്നത്. ഇന്ന് പലർക്കും ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയുള്ളവരാ. ഹല്ലേലൂയ. കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയ, വാങ്ങാൻ ഭയങ്കര എളുപ്പമാ. ഇവിടെ ദൈവത്തിന് വായിക്കുമ്പോൾ നാം കർത്താവിനെ ബഹുമാനിക്കുമ്പോൾ അവൻ തീർച്ചയായും നമ്മെ ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിനെ ബഹുമാനിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ കർത്താവ് നമ്മയും ബഹുമാനിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കും, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് ഹല്ലേലൂയ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കുവാണ്. വായിച്ചു പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികമായ മർമ്മങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ ഈ ലോകക്കാരെ പോലെ ജീവിക്കാതെ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനോട് ചേർന്ന് അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്ക് കഴിയണം. 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗം വരുമ്പോൾ കാണും, എന്നെ മാനിക്കുന്നവരെ മാനിക്കുന്ന. അപ്പൊ ഈ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ അല്ലെങ്കിൽ യേശുവിനെ അവരുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ, യേശുവിടെ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, യേശുവിനെ അവർ മാനിച്ചപ്പോൾ എന്ത് ചെയ്തു? ക്ലെയോപ്പാവിനെയും തന്റെ കുടുംബത്തെയും യേശു മാനിച്ചു, അനുഗ്രഹിച്ചു. ഈശ്വരോട് ഹല്ലേലൂയ. ഇന്ന് പലരും പറയണം, എനിക്കൊരു അനുഗ്രഹം കിട്ടുന്നില്ല, എനിക്കൊരു നന്മയും കിട്ടുന്നില്ല, എനിക്കൊരു യേശുവിനെ അറിഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം എന്നൊക്കെ വായിക്കുന്നത് കേട്ടു. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു സഹോദരി പറയും, ദൈവമില്ലെന്നേ, ദൈവമില്ല. ഹല്ലേലൂയ. ഈ ഭൂമി ജീവിക്കുമ്പോൾ സ്നേഹം അതാ ദൈവമെന്ന്.
അത് സ്നേഹം നമുക്ക് ആവശ്യമാണ്. ദൈവസ്നേഹം തന്നെ എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്. ദൈവസ്നേഹമാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നത് ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ചെയ്യുന്ന സൽക്കാരങ്ങൾ കൊണ്ടോ സൽപ്രവർത്തികൾ കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ ഭക്ഷണം കൊടുത്തുകൊണ്ടോ ഊണ് കൊടുത്തതുകൊണ്ടോ ദശാംശം കൊടുത്തതുകൊണ്ടോ സ്വോത്രകാഴ്ച കൊടുത്തതുകൊണ്ടോ ഒന്നും നമുക്ക് അതുകൊണ്ട് നിത്യതയിലെത്തണമെന്നില്ല. അല്ലേലിയ, നിത്യതയിലെത്തണമെങ്കിൽ യേശു ഉണ്ടോ നമ്മൾ തിരിച്ചറിയണം. അല്ലേലിയ, യേശുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം. പലർക്കും അതറിയില്ല. അല്ലേലിയ, ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലേലിയ, വീണ്ടും സദൃശവാക്യം 3-ാം അധ്യായം അല്ലെങ്കിൽ 10-ാമത്തെ വാക്യം വായിക്കും കാണും, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലിയ, അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ ആമീൻ വീഞ്ഞ് കവിഞ്ഞൊഴുകും. അപ്പൊ നിന്റെ എല്ലാ വിളവ് കൊണ്ടും അല്ലേലിയ, എല്ലാ വിളവ് കൊണ്ടും അല്ലേലിയ സ്തോത്രം, ധനം കൊണ്ടും നീ കർത്താവിനെ ബഹുമാനിക്കുമ്പോൾ ആദ്യം ബഹുമാനിക്കും. നിന്റെ കളപ്പുരകൾ നിറഞ്ഞ് കവിയും, നിന്റെ ചക്ക് വീഞ്ഞ് കൊണ്ടും നിറയും. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. കർത്താവിനെ നമ്മൾ സ്വീകരിക്കുന്നതിൽ നമ്മൾ എങ്ങനെയാണ്? അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന എപ്പോഴും കർത്താവിന് നൽകും വിധത്തിലുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കണം. കർത്താവിന് ഇഷ്ടപ്പെടുന്ന, കർത്താവിന് വസിക്കുവാൻ പറ്റുന്ന, കർത്താവിന് നമ്മൾ പാർക്കുവാൻ കഴിയുന്ന നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയായിരിക്കണം നിങ്ങൾ. നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ചപ്പും ചവറുകളെയെല്ലാം നിങ്ങൾ വലിച്ചിറക്കി കളയണം. അല്ലേലിയ. അറിയാം, പൗലോസ് എന്ന് പറയുന്ന വ്യക്തി രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് തന്റെ കണ്ണിലെ ചെതുമ്പലെല്ലാം ഇളകി മാറിപ്പോയി താൻ ആത്മാവിൽ നിറയപ്പെട്ട് ദൈവോദരത്തോട് ചേർന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അല്ലേലിയ, തന്റെ ഹൃദയം മുഴുവൻ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തു പൗലോസ്. അല്ലേലിയ. പൗലോസിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ചപ്പു ചവറുകളെല്ലാം പൗലോസ് വലിച്ചെറിഞ്ഞു. അല്ലേലിയ. ഇപ്പോൾ പൗലോസിന്റെ ഹൃദയം പൂർണ്ണമായി കർത്താവിന് വേണ്ടിയിട്ടാണ്. ക്ലെയോപ്പാവിന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ക്ലെയോപ്പാവിന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന മാലിന്യങ്ങളെ മുഴുവൻ നീക്കിക്കളഞ്ഞിട്ട് ക്ലെയോപ്പാവ് തന്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിനകത്ത് യേശു വസിച്ചതാണ് അവന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ സന്തോഷം, ധനമെന്നൊക്കെ പറയുന്നത്. അതെ, പൗലോസിന് ചോദിച്ചാലും പറയും, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അല്ലേലിയ. അത് ഈ ലോകമല്ല വലുത് പ്രിയരെ. ഈ ലോകമല്ല, ലോകത്തിന് സുഖമല്ല വലുത്. ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾ അധികാരങ്ങളല്ല വലുത്. ഇവിടുത്തെ രാഷ്ട്രീയമല്ല, ഇവിടുത്തെ മതമല്ല വലുത്. ഇവിടുത്തെ നന്മകളൊന്നും അല്ല വലുത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവാ. കാരണം അല്ലേലിയ, താങ്കൾ പാപിയായിരുന്ന മനുഷ്യനായിരുന്നു. താങ്കൾക്ക് ഒരിക്കലും നിത്യതയിൽ ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല. താങ്കൾക്ക് സ്വർഗത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു, പരദീസയെക്കുറിച്ച് അറിയില്ലായിരുന്നു, നിത്യജീവനെ കുറിച്ച് അറിയില്ലായിരുന്നു. ആമീൻ. താങ്കളുടെ പാപത്തിന് എങ്ങനെ പരിഹാരം വരുത്താമെന്ന് താങ്കൾക്ക് അറിയാമാതിരുന്നപ്പോഴാണ്, അതിനുവേണ്ടി താങ്കൾ പലതും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതും യേശു ക്രിസ്തുവിന്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിലൂടെ ആമീൻ നമുക്ക് നൽകി തന്നതും. അല്ലേലിയ. അതുകൊണ്ട് യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചുവെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമ്മുടെ ഹൃദയം യേശുവിന് വസിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് യേശു വിട്ടുകൊടുക്കണം. പക്ഷെ ഇന്ന് ഹൃദയം പൂർണ്ണമായിട്ട് യേശുവിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യ ഈ ഭൂമിയിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പാസ്റ്ററൊന്ന ഞാൻ മനുഷ്യനല്ലേ. ഹൃദയം പൂർണ്ണമായി വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് എങ്ങനെയാണോ ചിന്തിക്കണം. പക്ഷെ ഞാൻ ഹൃദയം പൂർണ്ണമായിട്ട് കർത്താവ് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ അന്ത്യത്തോളം നിൽപ്പാൻ ആഗ്രഹിക്കുന്നു. മാലിന്യങ്ങൾ കടന്നുകൂടാതെ, മലിനതകൾ കടന്നുകൂടാതെ എന്ന് പറഞ്ഞ് എന്റെ സംസാരം കൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ നിരൂപണങ്ങളിൽ മറ്റു മനുഷ്യർക്ക് ദോഷമാകുന്ന ഒന്നും എന്റെ ഹൃദയത്തിൽ വരാതിരിപ്പാൻ ഞാൻ സൂക്ഷിക്കുകയാണ്. അല്ലേലിയ. കാരണം നമുക്ക് യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയം ആവശ്യം. അല്ലേലിയ. അപ്പൊ നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം എപ്പോഴും വിട്ടുകൊടുക്കണം. അല്ലേലിയ. അപ്പൊ നിങ്ങളുടെ ഹൃദയം കർത്താവിന് നൽകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകളെ ദൈവം നിങ്ങൾക്ക് നൽകാൻ തരും. അല്ലേ? സ്തോത്രയാഗം അർപ്പിക്കുന്നതിന് എന്നെ മഹത്വപ്പെടുത്തുന്നു. അല്ലേലിയ. അപ്പൊ നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന സ്തോത്രത്തോടെ സ്തോത്രയാഗത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് നൽകാൻ കഴിയും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ആമേൻ അല്ലേലൂയ നമ്മുടെ ഹൃദയം പൂർണ്ണമായി ഇട്ടുകൊടുക്കണം. രക്തം ചെയ്യാനും കേൾക്കുന്ന മാതാപിതാക്കളെ, ശ്രോതാവേ, ഈ വചനം നിങ്ങൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാ ദിവസവും കേൾക്കുന്നു. നിങ്ങൾ പ്രസംഗിക്കുന്നവരാ, നിങ്ങൾ വചനം ധ്യാനിക്കുന്നവരാ, നിങ്ങൾ വചനം പഠിച്ചവരാണ്, വചന പഠിതാവാണ്. പക്ഷേ നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഉയർച്ചയില്ലാതെ നിനക്ക് ഇന്ന് താഴ്ച ഭവിക്കുന്നു എന്നുള്ള തിരിച്ചറിയണം.
അല്ലേറിയ. എവിടെയാണ് നിന്റെ ജീവിതത്തെ പുതുക്കുവാനുള്ളത്? എവിടെയാണ് നിന്റെ ജീവിതത്തെ പണിതെടുക്കുവാനുള്ളത്? എവിടെയാണ് വീഴ്ച വന്നു പോയത് എന്നൊക്കെ നീ മനസ്സിലാക്കിയിട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ഹൃദയത്തിനകത്ത് യേശുവിന് ഇടം കൊടുക്കണം. അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്ലെങ്കിൽ പ്രഹസനമല്ല, അനുഭവമാക്കി മാറ്റണം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. സ്തുതികളുടെ മധ്യേ വസിക്കുന്ന നമ്മുടെ ദൈവം തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് എങ്ങനെ വസിക്കുന്നത്? സ്തുതികളുടെ മധ്യേ വസിക്കുന്നവൻ. സ്തുതിയും സ്തോത്രവും ബഹുമാനവും പുകഴ്ചയും മഹത്വം എല്ലാവരാണ്. നമ്മുടെ ദൈവം വസിക്കുന്ന പണത്തിന് മീതെയല്ല. നമ്മുടെ ദൈവം വസിക്കുന്ന പണത്തിന് മീതെ, പണച്ചാക്കിന്റെ മീതെയല്ല. ബാങ്കുകളിൽ കോടാനുകോടി രൂപ നിക്ഷേപിച്ചിട്ട് അതിന്റെ മീതെയല്ല നമ്മുടെ കർത്താവ് വസിക്കുന്നത്. ഈ ലോകത്തിലെ പൊന്നും പണങ്ങളും എല്ലാം നിരത്തി വെച്ചിട്ട് അതിലല്ല ജീവിക്കുന്നത്. അല്ലേലിയ. നമ്മുടെ കർത്താവ് വസിക്കുന്ന സ്തുതികളെ മേൽ വസിക്കുന്നവനാണ്. അല്ലേലിയ. പണ്ടൊരു മാതാവ് എന്നോട് പറഞ്ഞു, എന്റെ പാസ്റ്റർ വീട്ടിൽ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ട്, രാത്രി ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഭയങ്കര ഭയമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? ഈ കാലഘട്ടത്തിൽ കള്ളന്മാരൊക്കെ ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഏത് സമയത്തും വീട് ആക്രമിക്കാം അല്ലൊരു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ രാത്രിയിൽ കിടക്കുമ്പോൾ എന്റെ സ്വർണ്ണമെല്ലാം എടുത്ത് ഞാൻ കിടക്കുന്ന ബെഡിനടിയിൽ വെച്ച് സുരക്ഷിതമായിട്ട് എന്നിട്ട് ഞാൻ അതിന്റെ മുകളിലേക്ക് കയറി കിടക്കുന്നതെന്ന്. കുറച്ചു കാലം മുന്നോട് പറഞ്ഞതാ. സൗകര്യം മരിച്ചു പോയി കേട്ടോ. അല്ലേ? അപ്പം അവർ കിടക്കുന്ന തുടങ്ങി, അവര് സ്വർണത്തിന്റെ പുറത്താ, പൊന്നിന്റെ പുറത്താ ഇന്നും അനവധി മണ്ടന്മാർ. അനവധി ആളുകൾ അല്ലയ്യ സ്വർണം വാങ്ങി കൂട്ടിയിട്ട് അത് ഒളിച്ചു വെക്കാൻ മാർഗമില്ലാതെ കിടന്നുറങ്ങുന്ന കട്ടിലെ മെത്തയുടെ അടിയിൽ വെച്ച് കിടന്നിട്ട്, മെത്തയുടെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ കിടന്നുറങ്ങുന്നവരുണ്ട്. അല്ലേലിയ. എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഉറങ്ങുന്നത് ഇവിടുത്തെ പൊന്നിന്റെ പുറത്ത് കിടന്നാണ്. പക്ഷെ നമ്മുടെ കർത്താവ് എവിടെ ഇരിക്കുന്നത്? സ്തുതികളിന്മേൽ വസിക്കുന്നവനാ. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് സ്തുതിയുടെ അനുഭവം ഉണ്ടായിരിക്കണം. അല്ലേലിയ. ഹൃദയത്തിനകത്ത് സ്തുതിക്കുവാൻ കഴിയുന്ന നിലയിൽ നീ നിന്റെ ഹൃദയത്തെ യേശുവിന് കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പണച്ചാക്കിന്റെ പുറത്തല്ല കിടക്കുന്നത്, പൊന്നിന്റെ പുറത്തല്ല കിടക്കുന്നത്, സ്തുതിയുടെ ബഹുമാനത്തിന്റെ സ്തോത്രത്തിന്റെ നടുവിൽ ആണ് നമ്മുടെ കർത്താവ് വസിക്കുന്നത്. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശീലിക്കുക, നിങ്ങൾ സ്തുതികളുടെ മധ്യേ വസിക്കുന്ന ദൈവത്തിന് വേണ്ടി നിങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുമ്പോൾ അവൻ നിങ്ങളെ അനുകരിക്കും. നിങ്ങളുടെ അടുക്കൽ ഉള്ളത് കുറവായിരുന്നാലും കർത്താവിന് വേണ്ടി നിങ്ങൾ നൽകിയാൽ, നിങ്ങളുടെ ഒരിക്കൽ ഉള്ളതൊക്കെ കുറവായിരുന്നു, ഉള്ളത് നിങ്ങൾ കർത്താവിന് വേണ്ടി നൽകിയാൽ. അല്ലേ? മറ്റുള്ളവർ കൊടുക്കുന്നവർ വാശിക്കോരി കൊടുക്കുവാനല്ല ഞാൻ പറയുന്നത്. ചിലരൊക്കെ ഈ ദൈവസഭയ്ക്കകത്ത് നന്മ കൊണ്ടുത്തരും, പണം കൊണ്ടുത്തരുമ്പോൾ, പൈസ സ്വോത്രകാഴ്ച ദശാംശം കൊണ്ടുത്തരുമ്പോൾ അവർ തന്നെയാണ് വരുന്നെങ്കിൽ കൊടുക്കത്തില്ല. അല്ലേ? സഭയിൽ ഒരു 10 പേര് വരുമ്പോഴേ കൊടുക്കത്തുള്ളൂ. ഒരിക്കൽ ഞാനൊരു സഭയിൽ ചെന്ന് നിൽക്കുമ്പോൾ അല്ലേരിയ പ്രാർത്ഥിക്കാൻ പോയതാ, സൂക്ഷിക്കാൻ പോയതാ. അങ്ങനെ സഭാ മീറ്റിങ്ങിൽ വന്നപ്പോൾ ആ സഭയില് ആദ്യമായിട്ട് സഭയിലെ നല്ലൊരു അച്ചായൻ വന്നു. സഭയിലെ നല്ലൊരു അച്ചായ പൈസ കൊടുക്കുന്ന പാസ്റ്റർ പറഞ്ഞതാ. അച്ചായൻ വന്ന അച്ചായന്റെ കസേരയിലേക്ക് ഇരിപ്പിടം പിടിച്ചിരുന്നു. അപ്പൊ സഭയിൽ ആരില്ല, ഞാനും പാസ്റ്ററും വലിയ അച്ചായനേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ചായന്റെ അല്ലെങ്കിൽ അമ്മാമയും മക്കളൊക്കെ കയറി കഴിഞ്ഞ് വേറെ വിശ്വാസികാരും വന്നിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പം വിശ്വാസികളൊക്കെ വരാൻ തുടങ്ങി. വിശ്വാസികളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അച്ചായൻ ചെറിയ പോക്കറ്റിൽ നിന്ന് പേഴ്സൊക്കെ അങ്ങോട്ട് എടുത്തു. അല്ലേരിയ. അച്ചായൻ പോക്കറ്റിൽ നിന്ന് പേഴ്സൊക്കെ എടുത്ത് അച്ചായന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുത്ത് അച്ചായൻ അവിടെ വെച്ച് തന്നെ ഒന്ന് എണ്ണി നോക്കി. അല്ലേരിയ. എണ്ണി നോക്കിയിട്ട് അച്ചായൻ ആ കസേരയിൽ നിർത്തിന് നേരെ പാസ്റ്ററിലേക്ക് കയറുക. അപ്പം പാസ്റ്ററിലേക്ക് കയറുമ്പോൾ ഞാൻ കാണുന്നുണ്ട്, സഭയിൽ വന്ന എല്ലാവരും കാണുന്നുണ്ട്. അല്ലേരിയ. അപ്പൊ അച്ചായൻ കൊണ്ടുവന്ന് പാസ്റ്റർക്ക് ആ പൈസയും കൊടുത്തു. എന്നാൽ അച്ചായൻ അത് കൊടുക്കുമ്പോൾ 4 പേരെ കാണിക്കണം. അച്ഛൻ അത് കൊടുക്കുമ്പോൾ 4 പേരെ കാണിക്കണം. 4 പേര് കാണണം, ഞാനിത് എന്റെ പാസ്റ്റർക്ക് കൊടുത്തതാണ്, 4 പേര് കാണണം. അങ്ങനെ ഈ സ്തോത്രം ഈ വീമ്പിളക്കുന്ന അങ്ങനെ ഈ മണ്ടത്തരം കാണിക്കുന്ന അനവധി ആളുകൾ ഇന്ന് സഭയ്ക്കകത്തോട്ട് പൊങ്ങച്ചക്കാരൻ പറയും. കാരണം ഞാൻ കൊടുത്തത് വലുത് 4 പേരെ കാണിച്ച്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ദൈവത്തിന് കൊടുക്കുമ്പോൾ അത് രഹസ്യമായിട്ട് കൊടുക്കണം. അത് പരസ്യമായിട്ട് മറ്റുള്ളവരെ കാണിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തു എന്ന് പറയുവാനല്ല നീ ഒരുങ്ങേണ്ടത്. നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ യേശു ഉണ്ടെങ്കിൽ അല്ലേലിയ നീ ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയിട്ടായിരിക്കണം, ബഹുമാനത്തോടെ ചെയ്യണം. അല്ലേലിയ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വേണ്ടി കൊടുക്കുമ്പോൾ ഉള്ളത് കുറവായിരുന്നാലും അത് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ മർക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അല്ലെ മർക്കോസ് സുവിശേഷം അല്ലെ 12-ാം അധ്യായം വായിക്കുമ്പോൾ, മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയാം. മർക്കോസ് സുവിശേഷം
അല്ലെങ്കിൽ 12-41 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, വിധവയുടെ 2 കാശ്, വിധവയ്ക്ക് 2 കാശ് ഉള്ളത് അവൾ ദൈവത്തിന് കൊടുക്കുന്നതാ. വചനം ഇങ്ങനെ വായിക്കുന്നത്, പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു അലിയ പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു. ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിലായിരുന്നവർ, സമൃദ്ധി അഭിനയകർക്ക് കാണുവാൻ കഴിയുന്നതൊക്കെ പോലെ. എന്നാൽ ഈ വിധവ എന്താ, അവളുടെ കയ്യിലുണ്ടായിരുന്ന 2 കാശ്, അവളുടെ ഉപജീവനത്തിലുള്ളത് മുഴുവൻ അവള് ശ്രീഭണ്ഡാരത്തിലിട്ടു. അത് യേശുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവ്, പിതാവേ, നീ കർത്താവിന് കൊടുക്കുമ്പോൾ ചെറുതായിരുന്നാലും വലുതായിരുന്ന തൃപ്തിയോടെയാണ് നീ കൊടുക്കുന്നെങ്കിൽ ഈ 2 കാശിട്ട വിധവയെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ദൈവം നിന്നെയും അനുഗ്രഹിക്കും. സ്തോത്രം. പലരും പറയുന്നത് ഞങ്ങൾക്ക് നന്മ കിട്ടുന്നില്ലെന്നാ, ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നില്ലെന്നാ പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വളരെ അത്യാവശ്യമുണ്ട്. വളരെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ ഫീസ് നടക്കണം. പലരോടും ഞാൻ എൻ്റെ ആവശ്യമെന്ന് പറഞ്ഞ ഒരു അല്പം ഒരു സാമ്പത്തിക സഹായം ചോദിച്ചു. പലരും ചോദിച്ചത് ചോദിച്ചിട്ട് എങ്ങനെയോ ആ ഫോണിന്റെ തലയ്ക്കുന്ന് മാറിപ്പോകാൻ വേണ്ടി പലരും ശ്രമിച്ചു. അപ്പൊ അതെനിക്ക് മനസ്സിലായി. കാരണം ചോദിച്ചത് കൊണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ കിട്ടത്തില്ല എന്നുള്ളത്. എന്നാൽ ഞാൻ എൻ്റെ വിഷയത്തിനും ദൈവത്തിനെയും പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റൊരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ, ഞാൻ മോളുടെ ഫീസ് അടയ്ക്കാനുള്ള പൈസ തരാം എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ കാരണം, നമ്മൾ പലപ്പോഴും നമുക്ക് ഇല്ല കിട്ടുന്നില്ലേ എന്നൊക്കെയുള്ള ദാരിദ്ര്യം മാത്രമേ പറയുള്ളൂ. മനുഷ്യന്റെ സംബന്ധിച്ചും ദാരിദ്ര്യം പറയാൻ അവർക്ക് ഏറ്റവും നല്ല ബിരുദ കഴിവ്. എന്നാൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ പറയുവാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ അന്നേരം ഇങ്ങനെ ചിന്തിച്ചു, ദൈവം എത്ര വലിയവനാ. എന്റെ ഇല്ലായ്മയിൽ 2 കാശിട്ട വിധവയെ അനുഗ്രഹിച്ച ദൈവം അവളെ സമൃദ്ധിയിൽ നിന്നുള്ളത് മുഴുവൻ അവളെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ എന്റെ കണ്ണതയിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ്. എന്റെ വിശ്വാസം എന്നോട് വർദ്ധിച്ചു. അതേ സ്നേഹിത, ലോകം നമ്മെ അനുഗ്രഹിക്കത്തില്ല. ലോകം നമ്മെ മാനിക്കണം. ലോകം നമ്മെ ബഹുമാനിക്കുന്നില്ല. ലോകം നമ്മുടെ വിഷയങ്ങൾ അറിയുന്നില്ല. അവർ കേട്ടാലത് കേൾക്കാത്തത് പോകും. പക്ഷേ നമ്മൾ യേശുവിന്റെ ഹൃദയം കൊടുത്താൽ, ക്ലയോപ്പാവിന്റെ ഹൃദയം യേശുവിന്റെ കൊടുത്തപ്പോൾ, ക്ലയോപ്പാവിന്റെ ഭവനം യേശുവിന്റെ കൊടുത്തപ്പോൾ, അവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, 2 കാശിട്ട വിധവയെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, നീ കർത്താവിന് വേണ്ടി ഇതിന്റെ ഹൃദയം പൂർണ്ണമായി വിട്ടുകൊടുത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കേട്ടോ. ഇതൊക്കെ ഒരു അനുഭവമാണ്. ഇത് അനേകരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് കർത്താവിന് എന്ന പോലെ ചെയ്യണം. നമ്മുടെ കർത്താവ് സ്തുതികളിൽ മേൽ വസിക്കുന്നതിന്, അതേ സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തെ സ്തുതി കൊണ്ട് തന്നെ മഹത്വപ്പെടുത്തണം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നത് സഹോദരം, വിധവയുടെ ഈ 2 കാശ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, യഹൂദ നേതാക്കന്മാർ ബാഹ്യമായ ഭക്തിപ്രകടനം മാത്രം കാണിക്കുമ്പോൾ വിധവയായ ഒരു ദരിദ്ര സ്ത്രീ 2 കൈവശമുണ്ടായിരുന്ന 2 കാശ് ദൈവാലയത്തിലെ ഭണ്ഡാരത്തിൽ ഇടുന്നത് കർത്താവ് കണ്ടു. യഹൂദന്മാരൊക്കെ എന്താ, വെറും ഭക്തി പ്രകടനമാണ്. ഇന്ന് സഭയ്ക്കകത്ത് പലരും ഭക്തി പ്രകടനമാണ്. ഈ സഭയിലൊക്കെ ഇന്നത്തെ കാലത്ത് സഭായോഗം കഴിഞ്ഞിട്ട് അവസാനം ഭാഷണം നിൽക്കുന്ന മേശയിലേക്ക് വരും. അപ്പോഴത്തേനും എന്ത് ചെയ്യും, സെക്രട്ടറിയും പ്രതിപക്ഷ ഒക്കെ അവിടെ എഴുന്നേറ്റ് വരും. എന്നിട്ട് വലിയ ബുക്കുകൾ തുറന്നു വെക്കും. വലിയ ബുക്കുകൾ ആഴ്ചയിലെ ദശാംശമാകും കണക്ക് കുറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണക്കെഴുതി പഠിക്കുക. അപ്പോൾ എല്ലാവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് എല്ലാവരും കാണിക്കും, ഞാൻ ഇത്ര കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. എന്നെ കേൾക്കുന്ന ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ പേരിനും പ്രശസ്തിക്കും നിങ്ങളുടെ പുകഴ്ചയ്ക്കും വേണ്ടിയിട്ട് അല്ല ചെയ്യേണ്ടത്. ദൈവത്തിന് കൊടുക്കുന്നതെല്ലാം അത് അതിൻ്റെതായ മാന്യമായിട്ട് മര്യാദയ്ക്ക് കൊടുക്കണം. പ്രകസനമാകരുത്. യഹൂദന്മാരെ പോലും ബാഹ്യമായ പ്രകടനമാകരുത്. ഒരിക്കലും എൻ്റെ സഭയിൽ ഒരു സഹോദരി കുടുംബമായിട്ട് വന്നു. ആ സഹോദരി കുടുംബമായിട്ട് വന്നപ്പോൾ ഞാൻ അവരോട്, എന്താണ് നിങ്ങളുടെ സഭയിൽ നിന്ന് പോരാൻ കാരണം? അപ്പോൾ ആ സഹോദരി, എൻ്റെ പാസ്റ്റർ, ഞങ്ങൾ തൃശ്ശൂർ സഭയിലാണ് പോകുന്നത്, വലിയ സഭയാ. ആ
ആ സഭയ്ക്കകത്ത് ഈ ഒരാഴ്ച ദശാംശം മുടങ്ങിയെങ്കിൽ അത് അല്ലെങ്കിൽ എഴുതി വെച്ച് അടുത്ത ആഴ്ച വരുമ്പോൾ പലിശ അടക്കം കൊടുക്കണം. സ്വോത്രകാഴ്ച ഇട്ടിട്ടില്ലെങ്കിൽ പാസ് നോക്കിയിരുന്ന് വിളിച്ചിട്ട് പറയും, നിങ്ങൾ സ്വോത്രകാഴ്ച ഇട്ടിട്ടില്ലല്ലോ, അങ്ങനെ ഞങ്ങൾ മടുത്തെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങളെ സഭ വിട്ടു പോന്നു എന്ന് പറഞ്ഞു. ലേരിയ ചില സഭ അങ്ങനെ, ചില സഭ പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും, ദശാംശം ഇടുന്നുണ്ടോ, സ്വോത്രകാഴ്ച ഇടുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. ചില സഭയിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുതി വെച്ച് പലിശ അടക്കം കണക്ക് പറഞ്ഞു മേടിക്കുന്നവരുണ്ട്. അല്ലേരി എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദരൻ, ഇതൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പിണക്കൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ലെന്നേ. അല്ലേരി ഞാനിതൊന്നും ചെയ്യാറ്, അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ സഭയിൽ വരുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ യഹൂദന്മാരെ പോലെ ബാഹ്യമായി പ്രകടനം കാണിക്കുന്നവരുണ്ടായിരിക്കും. ആ 2 കാശിന് അമ്മ മാത്രമുള്ള വിധവയെ പോലുള്ളവരും കാണും. അല്ലേറിയ അപ്പം ബാഹ്യമായി പ്രകടനം കാഴ്ചവെക്കുന്നവരെയും ഈ 2 കാശിന് മാത്രം വകയുള്ള സഹോദരിയും കൂടെ നിങ്ങൾ ഒരുപോലെ കാണുവാൻ കഴിയുന്നതാണ് ഇടയന്റെ മനസ്സെന്ന് പറയുന്നത്. അല്ലേറിയ അല്ലാതെ പണം ഉള്ളിടത്ത് മാത്രം നിൽക്കുകയും പണമില്ലാത്തവനെ അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുകയും ചെയ്യുന്ന ഇടയശുശ്രൂഷയല്ല, അത് ദൈവാത്മാവിന്റെ ശുശ്രൂഷയല്ല. അല്ലേറിയ പണം കൊടുക്കുന്നവന്റെ പേര് സഭയെ വിളിച്ചു പറഞ്ഞ് പണം കൊടുക്കുന്നതിനെ മാത്രം ഉയർത്തി പ്രസംഗിക്കുന്ന ഇടയന്മാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് സാധാന്യമാണ്. അവിടെ 2 കാശിന് വകയുള്ള സഹോദരി ഇരിപ്പുണ്ട്. ബാഹ്യ പ്രകടനം നടത്തുന്ന യഹൂദന്മാരെ പോലെ അവരെ എന്ന് പറഞ്ഞ സഭയ്ക്കകത്ത് ബാഹ്യ പ്രകടനം നടത്തുന്നവരെ വിളിച്ചു പറഞ്ഞ് അവരെ പൊക്കിക്കാണിക്കുമ്പോൾ ആ സഭയ്ക്കകത്തിരിക്കുന്ന സാധാരണക്കാര് 2 കാശിന് വകയിൽ 2 കാശിന് ചെറിയ ദശാംശം മാത്രം ചെറിയ സ്വോത്രകാഴ്ച ഇടാൻ കഴിയുള്ളൂ, ആ മാത്രമുള്ളവർ അതിനകത്ത് സങ്കടപ്പെടുകയാണ്. അവരുടെ സഭയ്ക്കകത്ത് പണത്തിന് വേണ്ടി പ്രസംഗിക്കരുത്. അല്ലേരിയ പണത്തിന് വേണ്ടി ആകരുത് പ്രസംഗം കേട്ടത്. അല്ലേരിയ അപ്പൊ ഇവിടെ എല്ലാവരും സ്വോത്രം. അപ്പൊ ഇവിടെ 2 കാശിന് വിധേയപ്പെട്ട് അപ്പൊ ധനവാന്മാരായിട്ടുള്ള ആളുകൾ അവിടെയുള്ള ഭണ്ഡാരങ്ങളിൽ ധാരാളം പൈസ ഇടുമായിരുന്നു. കാഹളത്തിന്റെ കാഹളത്തിന്റെ ആകൃതിയിലുള്ള 13 ഭണ്ഡാരപ്പെട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരൊക്കെ ഒരുപാട് പണം ഉണ്ടായിരുന്നു. കാഹളത്തിന്റെ ആകൃതിയിലുള്ള 13 ഭണ്ഡാരപ്പെട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ 9 എണ്ണം യഹോവയ്ക്ക് വഴിപാടായി 4 എണ്ണം സാധുക്കളെ സഹായിക്കാൻ വേണ്ടിയുള്ളതും ആയിരുന്നു എന്നാണ് ഇതിന്റെ ചരിത്രം വായിക്കുന്നത്. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധം ധാരാളം പൈസ കൊണ്ടുവന്ന് ഈ പെട്ടിയിൽ ഇടുന്ന ശബ്ദം ഉണ്ടാക്കി സ്തോത്രം ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളിത്തൊട്ടുകൾ, അന്നത്തെ നാണയങ്ങൾ കൊണ്ടുവന്ന് ഈ കാഹളനാദം പോലെ കാഹളത്തിന്റെ ആകൃതി പോലെയുള്ള ഈ ഭണ്ഡാരപ്പെട്ടിക്കകത്തേക്ക് ഈ പൈസകൾ കൊണ്ട് ഇടുമ്പോഴത്തേനും വലിയ ശബ്ദമുണ്ടാക്കും. കാരണം ഞാൻ പൈസ ഇട്ടു എന്ന് കാണിക്കത്തക്ക പോലെ. നിങ്ങൾ കപ്പേളയിലൊക്കെ എടുത്ത് പൈസ ഒന്നും കാണത്തില്ലേ? കപ്പേളയിലൊക്കെ എടുത്ത് നിന്ന് പൈസ ഇടാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ചുറ്റുവട്ടമൊക്കെ നോക്കും. ചുറ്റുവട്ടമൊക്കെ നോക്കി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് നീട്ടിട്ട് നിറച്ച കപ്പേളപ്പെട്ടിയിലോട്ട് ഇടുക കാണാം. എത്ര പേര് ഇപ്പോഴും നമ്മുടെ കമ്പി കാണുന്നില്ലേ? അതല്ല സ്നേഹിത, നീ ദൈവത്തിന് കൊടുക്കുന്നത് മാന്യമായിട്ടും അത് രഹസ്യമായിട്ടും കൊടുക്കണം. അത് 4 പേരുടെ മുമ്പിൽ കാണിച്ച് ബാഹ്യ പ്രകടനമല്ല. സ്തോത്രം കാഹള രൂപത്തിലുള്ള ഈ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് ചില നാണയം കൊണ്ടിട്ട് കിലുക്കി മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുക്കുന്നതും അല്ല ശുശ്രൂഷയും ആരാധന. ഇതൊക്കെ പറയാം. ഹൃദയത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ പരിജ്ഞാനത്തോടെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് ഇവിടെ സ്വന്തം വചനം വായിക്കുക, അതിന് കാഹളം ഊതിക്കുക എന്ന് പറഞ്ഞു വന്നിരുന്നു. അങ്ങനെ കാഹളം പോലെ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് ഈ പണം കൊണ്ടിടും വലിയ ഒച്ച കേട്ടെങ്കിൽ കാഹളം ഊതിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഒന്നും ഉണ്ടായിരുന്നു. സ്വോത്രം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 8:2 പറയുന്നത്. ഹല്ലേലൂയ. അപ്പം വെള്ളിക്കാശിന്റെ 200 ഒരു ഭാഗം വിലയേറിയ വെള്ളിക്കാശിന്റെ 200 ഒരു ഭാഗം വിലയെ ഈ വിധവിയുടെ കാശിനുള്ളൂ എങ്കിലും അത് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലയേറിയതായിരുന്നു. വെള്ളിക്കാശിന്റെ 200 ഒരു ഭാഗം മാത്രമേ അവൾക്കുള്ളെങ്കിലും അവളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ശ്രേഷ്ഠമായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവത്തിന് കൊടുക്കണം. സ്തോത്രം. ഈ എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവിന് അപ്പം നൽകി. യേശു എന്താണ് ചെയ്തത്? ഉടൻ തന്നെ ആ അപ്പം അതെടുത്ത് സ്തോത്രം എടുത്തു പോയില്ല. അതെടുത്ത് വാഴ്ത്തി. യേശുവിന് അപ്പം കൊടുത്തപ്പം അതെടുത്ത് ഉടനെ അങ്ങോട്ട് നമ്മൾ തിന്നുന്നവർ പെട്ടെന്ന് തിന്നുവല്ല ചെയ്ത്. യേശു അതെടുത്ത് വാഴ്ത്തി നുറുക്കി വീണ്ടും അവർക്ക് തന്നെ നൽകി. വാഴ്ത്തിയിട്ട് വീണ്ടും അവർക്ക് തന്നെ നൽകി. നാം കർത്താവിന് നൽകുമ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അത് നിങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹമാവും.
മലേറിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ അനവധി ആളുകൾ പറയുന്നുണ്ട് പുതിയ നിയമസഭയ്ക്ക് ദശാംശം കൊടുക്കണമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ദശാംശം കൊടുക്കണം. ഈ കഴിഞ്ഞിടെ പറഞ്ഞിട്ടും അനാഥന്മാർക്കും വിധവമാർക്കും വേണ്ടിയിട്ടാണ് സഭയ്ക്കകത്ത് ദശാംശം ഉപയോഗിക്കേണ്ടത്. അപ്പൊ വാങ്ങി പാസ്റ്റർമാരും പള്ളിയിലെ പുരോഹിതന്മാരും ഒക്കെ എടുക്കുന്നു. അതങ്ങനെയില്ല, വേദപുസ്തകം അങ്ങനെ പ്രമാണമില്ല, പുതിയ നിയമസഭയ്ക്ക് ദശാംശം വഴിപാടെന്ന് പറയുന്നില്ല എന്നൊക്കെ പറയുന്നവർ അനവധി ആളുകളാണ്. ലേരിയ, നിനക്ക് കൊടുക്കാൻ താല്പര്യമില്ല, നീ അത് പറഞ്ഞ പോലെ വേദപുസ്തകത്തില്ല എന്നൊക്കെ നീ പറയേണ്ട കാര്യമുണ്ടോ? പൗലോസ് തന്നെ ശുശ്രൂഷ സമയത്ത് പൗലോസിനെ മക്കതോന്യ സഭ സഹായിച്ചിട്ടുണ്ട്, ഫിലിപ്പി സഭ സഹായിച്ചിട്ടുണ്ട്. സുവിശേഷ വേല ചെയ്യുന്ന സുവിശേഷ വേല കൊണ്ട് ഉപജീവിക്കണം. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാം നന്മയിൽ ഓഹരി കൊടുക്കണം. ലേരിയ, നിന്റെ അധ്വാനത്തിൽ നിന്ന് നിനക്ക് കിട്ടുന്നതിന്റെ ഒരു 10% ദൈവത്തിന് കൊടുക്കുക തന്നെ ചെയ്യണം. പഴയ നിയമം പുതിയ നിയമം വായിച്ചാൽ യഥാർത്ഥം തന്നെ. പിന്നെ ചിലർ പറയില്ല, ചിലരും ചില വാക്യങ്ങൾ എടുത്തോണ്ട് വരും. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നീ കൊടുക്കാത്തവനായതുകൊണ്ട്, നീ പിശുക്കനായതുകൊണ്ട് നീ കൊടുക്കുന്നവരെ കൂടെ ഇല്ലായ്മപ്പെടുത്തും. എല്ലാവരെയും കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരുന്നാലും കേരളത്തിലായാലും ഇന്ത്യയിലായാലും പലരും കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ വേലയ്ക്ക് വേണ്ടി അനവധി ദൈവദാസിദാസന്മാരെ, അനവധി ദൈവമക്കളെ സഹായിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അതിൽ താങ്കളെ പോലെയുള്ള ചില ആളുകൾ, ചില പിശുക്കന്മാർ മാത്രമാണ് പറയുന്നത് ദൈവസഭയ്ക്ക് ദശാംശം കൊടുക്കേണ്ട, പാസ്റ്റർമാർക്ക് ദശാംശം കൊടുക്കണം. കാരണം പാസ്റ്റർമാർ ഈ ദശാംശമൊക്കെ വാങ്ങി ഇത് തിന്നുകയല്ലേ എന്ന്. ലേരിയ, അങ്ങനെ ചോദിക്കുന്നവരോടൊക്കെ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന സഹോദര, താങ്കൾക്ക് ലജ്ജയില്ലേ അങ്ങനെ പറയാൻ? യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവൻ യാഗപീഠത്തിലേത് കൊണ്ട് ഉപജീവനം കഴിക്കണം. സുവിശേഷ വേലയിൽ സുവിശേഷം കണ്ട് ഉപജീവനം കഴിക്കണമെന്നൊക്കെ ലേഖനങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലിക്ക് കവിതൊരു അളവ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. കൊടുക്കുന്നവരെ കൂടെ നിങ്ങൾ വിലക്കേണ്ട കാര്യമില്ല. കൊടുക്കാൻ കഴിയാത്ത നിങ്ങളെപ്പോലുള്ള പിശുക്ക ഹൃദയമുള്ളവന്റെ ഉള്ളിൽ യേശു ഒരിക്കലും വസിക്കത്തില്ല. നന്മ ചെയ്യുവാൻ അറിയാമായിട്ട് ചെയ്യാത്തവന് പാപം തന്നെ നീ യാക്കോബ് പറയുന്നുണ്ട്. അത് താങ്കൾ നന്മ ചെയ്യുവാൻ അറിയാം, പക്ഷെ അത് ചെയ്യാത്തത് താങ്കളുടെ പാപമാ. ദൈവസഭയ്ക്ക് സ്വോത്രം കാഴ്ച കൊടുക്കുന്ന, ദൈവസഭയ്ക്ക് ദശാംശം കൊടുക്കുന്നവരെ കുറിച്ച് കൊടുക്കുന്നവരെ പിന്തിപ്പിക്കുന്ന താങ്കൾ ചെയ്യുന്ന ദുഷ്ടത, ആ ദുഷ്ട ഹൃദയത്തിന്റെ ഉള്ളിൽ പുറത്തേക്ക് വരുന്ന ചിന്താഗതികൾ, അത് പാപമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭയ്ക്ക് കൊടുക്കുക തന്നെ ചെയ്യണം. എന്നെ കേൾക്കുന്ന ദൈവസഭയ്ക്ക് അനവധി ദൈവമക്കൾ അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വില നൽകുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ശുശ്രൂഷ ചെയ്യുന്നത് ദൈവമക്കൾ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ടാണ്. ദൈവമക്കൾ അധ്വാനത്തിന്റെ ഒരു വീതം ഞങ്ങൾ കൊണ്ട് തരുന്നതുകൊണ്ടാണ്. അപ്പോൾ അവരാരും ഞങ്ങളെ നോക്കി നിങ്ങൾ തിന്നുകയല്ലേ, പണിയെടുക്കുക, ഞങ്ങളോടാരും പറയാറില്ല. താങ്കളെപ്പോലുള്ളവരൊക്കെ പറയും. ഹല്ലേലൂയ. അപ്പം പുതിയ നിയമത്തിലായിരുന്നാലും പഴയ നിയമത്തിലും കർത്താവിന് കൊടുക്കണം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ അവർ വീട്ടിലേക്ക് ക്ഷണിച്ചതുപോലെ നീ യേശുവിനെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കണം, യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം. യേശു നിന്റെ വീട്ടിൽ നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ പരിഭവങ്ങളെല്ലാം മാറും. ശ്രോതാവേ, ഇവിടെ സ്തുതികളിലെ വസിക്കുന്ന ദൈവത്തിന് നമ്മുടെ ഭവനത്തിൽ സ്ഥാനമുണ്ടോ? രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ തകർച്ചകളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, നിന്റെ കണ്ണുനീര് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, സംഘടന മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്റെ ദാരിദ്ര്യം മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ, 2 കാശിട്ട വിധവയെ അനുഗ്രഹിച്ച ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ ഇല്ലായ്മ നിന്നെ ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കടക്കണി കൊണ്ട് ഭാരപ്പെട്ട് നൊമ്പരപ്പെട്ടിരിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എന്തെങ്കിലും വീടുകൾ കയറിപ്പോയപ്പോൾ ആ പോകുന്ന വഴിക്ക് ചില വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ബാങ്കുകാര് സെറ്റ് ചെയ്തിട്ട് സീൽ ചെയ്തിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അപ്പൊ ഞാനൊക്കെ അവിടെ പ്രാർത്ഥിക്കാൻ കാരണമായി എന്തുകൊണ്ട് കർത്താവേ, ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വീട് വെക്കാൻ മറക്കുമില്ലാതെ ബാങ്കിന് ലോൺ എടുക്കും, ബാങ്കിന്റെ തവണ തെറ്റിക്കും, ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യും. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവരും പലരുടെ പൈസ മേടിച്ചതാ. അവർ വന്ന് ചോദിക്കും ബാങ്കുകാർക്കും കൊടുക്കണം, അതുകൊണ്ട് മേടിച്ച് നമ്മൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ജപ്തി ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കർത്താവ് ഈ വീടിന് ജപ്തിയൊക്കെ മാറുവാൻ, അവർക്ക് എടുത്ത പൈസ തിരിച്ചടയ്ക്കുവാൻ അവർക്ക് വഴി മാർഗം കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യണം. സഹായിപ്പം നമ്മുടെ കയ്യിലൊന്നുമില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരുപാട് വീടുകളുടെ കൺമുമ്പിൽ പെട്ടപ്പോൾ എനിക്ക് വളരെ സഹതാപം തോന്നി. കാരണം ഞാൻ 25 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്.
അല്ലെങ്കിൽ 25 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന എനിക്ക് എന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടായി വാടക കൊടുക്കണം, കണ്ടുകാശ് കൊടുക്കണം, അല്ലേലിയ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കാം. നമുക്കറിയാം അല്ലേലിയ, ഇന്നത്തെ കാലത്ത് അന്ന് ഉപ്പ് തൊട്ട് കറുപ്പും വരെ വാങ്ങുന്നതിൽ ഭയങ്കര ചെലവാണ്. ഇന്നത്തെ പണ്ടൊക്കെ പ്ലാസ്റ്റിക് കത്തുന്ന പ്ലാസ്റ്റിക് പോലും കളയാൻ പറ്റില്ല, പ്ലാസ്റ്റിക് വരെ എടുക്കാൻ അവർ വരും. അത് കൊടുത്തില്ലെങ്കിൽ അവർ നിന്ന് വാങ്ങിക്കൊണ്ട് പോകും. ഇല്ല, അവർ ചീത്ത പറയുന്ന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക അല്ലേലിയ. അതുകൊണ്ട് ജീവിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ, 2 കാശിട്ട വിധവയെ അനുഗ്രഹിച്ച ദൈവമുണ്ടല്ലോ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അല്ലലുകൾ മാറ്റുവാൻ, നിന്റെ സങ്കടങ്ങൾ മാറ്റുവാൻ, നിന്റെ ദുഃഖങ്ങൾ മാറ്റുവാൻ, നിന്റെ കണ്ണുനീര് മാറ്റുവാൻ, നിന്റെ കടക്കണിയിൽ ജീവിക്കാൻ, നിന്റെ ജപ്തി ആയിരിക്കുന്ന വീട് അതിൽ നിന്ന് വിടിവിച്ച് നിനക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുക. നീ വീടില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണോ, നിനക്കൊരു വീട് വെക്കുവാൻ, ഒരുത്തുണ്ട് ഭൂമിയിലാണ് നീ ഭാരപ്പെടുന്നുണ്ട് ഭൂമി നിനക്ക് തരുവാൻ. നിന്റെ മക്കൾക്ക് ജോലി, നിനക്ക് ജോലിയിലാണ് നീ ഭാരപ്പെടുകയാണോ, നിന്റെ കുടുംബം ദാരിദ്ര്യമാണോ? അന്ത പകൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവരുടെ ഭവനത്തിലുണ്ടായ അപ്പം എടുത്ത് യേശുവിന് മുമ്പിൽ കൊടുത്ത്, യേശു അപ്പം എടുത്ത് അനുഗ്രഹിച്ച് അവർക്ക് കൊടുത്ത്, അവരുടെ കണ്ണുകൾ തുറന്ന് അവർ യേശുവിനെ അറിഞ്ഞതുപോലെ, അവരുടെ ഹൃദയം യേശുവിന് കൊടുത്ത പോലെ ഇന്ന് പകൽ നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. രക്തംശയം നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ശ്രുതികളിൽ വസിക്കുന്ന ദൈവത്തെ നമ്മൾ മറന്നു പോകരുത്. നിന്റെ വീണ്ടെടുപ്പാനെ നീ മറന്നു പോകരുത്. നിന്റെ രക്ഷകനെ നീ മറന്നു പോകരുത്. പാപത്തിന്റെ പടുകുഴിയിൽ വീണ് കിടന്ന, പാപത്തിൽ ശാപത്തിൽ വീണ് കിടന്ന, പാരമ്പര്യത്തിൽ വീണ് കിടന്ന, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ വീണ് കിടന്ന, വ്യാകുലത്തിൽ വീണ് കിടന്ന, ഇവിടുത്തെ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട് കിടന്ന, ഈ ലോകത്തിന്റെ ചെളിക്കുട്ടി കിടന്ന് നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വർഗ്ഗമഹിമകളെ വെട്ടി ഭൂമിയിലേക്ക് വന്നവൻ ഹല്ലേലൂയ. നിന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിന്റെ അവന്റെ അവസാനത്തുള്ളി രക്തം കൊണ്ട് നിന്നെ കഴുകി വെടിപ്പാക്കി ഹല്ലേലൂയ, നിന്നെ വെടിപ്പാക്കിയെടുത്ത് നിന്നെ ദൈവരാജ്യത്തിന്റെ മകനാക്കി മകളാക്കി മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ ഹൃദയം ഇന്ന് പകൽ യേശുവിന് വിട്ടുകൊടുക്ക്. നിന്റെ എല്ലാ കഷ്ടതകളും മാറും. നിന്റെ എല്ലാ കഷ്ടതയും മാറുമെന്ന്. നിങ്ങൾ ഏത് കഷ്ടതയും അനുഭവിക്കുന്നത് മാറും. വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്നവരുണ്ട്, നമ്പരപ്പെടുന്നവരുണ്ട്, മണലാനത്ത് കഷ്ടം സഹിക്കുന്നവരുണ്ട്, ചെയ്ത ജോലിയുടെ പൈസ കിട്ടാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവർ, വിസയുടെ കാലാവധി കഴിഞ്ഞവരുണ്ട്, പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞവരുണ്ട്, അവിടെ നിൽക്കാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെ പലരും അല്ലുക പലപ്പോഴും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലുക എനിക്ക് ആരെയും അറിയില്ല, കാരണം ഞാൻ ഈ മെസ്സേജൊക്കെ പറയാൻ എൻ്റെ ഫോൺ നമ്പർ ഇടുന്നതുകൊണ്ട് എന്നെ അറിയാത്ത പലരും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി കണ്ണയോടെ പ്രാർത്ഥന നടത്താവേ, അവർക്കൊരു അവസരം കൊടുക്കണം. അവരുടെ കഷ്ടങ്ങൾക്കൊരു മാറ്റം കൊടുക്കണമേ, നൊമ്പരങ്ങൾക്കൊരു മാറ്റം കൊടുക്കണമേ. 2 കാശിട്ട വിധവെ അനുഗ്രഹിച്ച ദൈവമേ ഹല്ലേലൂയ. പ്ലേയോപ്പാവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവേ, ഈ ജനത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പലർക്കും വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ട്? കഷ്ടം സഹിക്കുന്നവനെ വേദന അറിയത്തുള്ളൂ. അപ്പൊ ഇവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായതുപോലെ തന്നെ കർത്താവിനെ നീ ആഗ്രഹിക്കില്ല, അവൻ നിനക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന നിങ്ങൾ കർത്താവിന് കൊടുക്കുമ്പോൾ അവൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന്, മാലാഖി 3:10 ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്വർഗത്തിന്റെ സകല ആത്മീയതലെ എഫെസ്യർ 1:3 നിന്നെ അനുഗ്രഹിപ്പാടെയാകും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമെന്ന് റോമലേഖനം 8:32 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാമോ? ഇന്ന് പകൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ ഹല്ലേലൂയ യേശുവിനെ കുടുംബത്തിലേക്ക് സ്വീകരിച്ച പോലെ, ഹൃദയത്തിലേക്ക് സ്വീകരിച്ച പോലെ, അവരുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറിയതുപോലെ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ഹൃദയത്തിൽ യേശുവിനെ ക്ഷണിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ കഷ്ടതകളും മാറും. ഭാരപ്പെട്ട് നൊമ്പരപ്പെട്ട് കണ്ണതിലൂടെ ഇരിക്കുന്ന ശ്രോതാവേ, ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. അല്ലലുകൾ, നിന്റെ നൊമ്പരങ്ങൾ, വേദനകൾ മാറ്റി, നിന്റെ ശാപങ്ങൾ മാറ്റി നിന്റെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ, ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങളിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെ, രാജ്യരാഷ്ട്ര തലമാർ അടക്കമുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളെയും ദൈവങ്ങളേൽപ്പിക്കുന്ന ഗോത്രഭാഗങ്ങൾ, ദീപവാസ് ആദിവാസി റൈബൽ മേഖലയിലായിരിക്കുന്ന ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിൽ, ചോട്ടലിൽ, തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മത സാംസ്കാരിക മാധ്യമ മീഡിയ രംഗൽക്കുന്നവർ എല്ലാ ജനത്തെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഷ്ടം സഹിച്ച് നൊമ്പരപ്പെടുന്ന ജീവിതം നിരാശ ദുഃഖത്തിലൂടെ ഞെരുക്കത്തിലൂടെ കടന്നു അനുബന്ധി ആളുകൾ വിവിധ രോഗങ്ങളാൽ, ശാപത്താൽ, പാപത്താൽ ബന്ധിക്കപ്പെട്ട് സമാധാനമില്ലാതെ കടക്കണിയിലൂടെ ജപ്തിയുടെ കടന്നു പോകുന്ന അനുബന്ധി കുടുംബങ്ങൾ, വിദേശ രാജ്യത്ത് കഷ്ടസഹിക്കും, മലനാട്ടിൽ കഷ്ടസഹിക്കും, നൊമ്പരപ്പെടുന്ന നാട്ടുകടവിന് മാർഗമില്ലാതെ കടക്കണിയാൽ കടന്നു പോകുന്നവരുണ്ട്, മഹാവ്യാധിയാൽ കടന്നു പോകുന്നുണ്ട്. കർത്താവ് ഇന്ന് പകൽ അവരെ എല്ലാ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കുളിപ്പാവിന്റെ ഭവനത്തെ അനുഗ്രഹിച്ച കർത്താവേ, 2 കാശിട്ട വിധവെ അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് പകൽ ഈ സകല ജനത്തെ അനുഗ്രഹിക്കണം. കുറവുകളെ കണക്കെടുത്ത്
അല്ലാതെ കുറവുകൾ നീക്കണമേ. അവിടെ കുറവുകൾ ക്ഷമിക്കണം, പാപങ്ങൾ ക്ഷമിക്കണം കർത്താവേ. കർത്താവേ, സകല ജനവും തങ്ങളുടെ ഹൃദയം യേശുവിന്റെ കൊടുക്കുവാൻ ശ്രുതികളിൽ വസിക്കുന്ന ദൈവത്തിന് വേണ്ടി ഈ ജനം ഹൃദയം സമർപ്പിക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും വഴിയിട്ട്, എല്ലാ ദേശപൂരുകളും മാറിപ്പോട്ട്, എല്ലാ പാപത്തിന്റെ ചങ്ങലയും പൊട്ടി അഴിഞ്ഞ് കർത്താവേ കുടുംബങ്ങൾ സ്വതന്ത്രമായി തീരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.